തിരുവചനത്തിലെ ഏറ്റവും പവർഫുള്ളായ വചനം അതേതാണ് എന്ന് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നമ്മൾ പല നിലകളിലാണ് നൽകാറുള്ളത്. കാരണം 91-ാം സങ്കീർത്തനം വിശുദ്ധ തിരുവചനത്തിലെ ഏറ്റവും പവർഫുള്ളായ വചനങ്ങളാൽ നിറയപ്പെട്ടൊരു സങ്കീർത്തനമാണ്. 23-ാമത്തെ സങ്കീർത്തനം, റോമാലേഖനം 8-ാം അധ്യായം, ഇങ്ങനെ സവിസ്തരമായിരിക്കുന്ന കരുത്തു പകരുന്ന വചനങ്ങളാൽ നിറയപ്പെട്ട ആത്മീക അധ്യായങ്ങൾ, നമ്മൾ വചനാധ്യായങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി നൽകുന്ന ഒരു വചനമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ ഒരു തിരുവചനം ഒരു യാത്രയ്ക്കിറങ്ങിയാൽ കേരളത്തിൻ്റെ ചുവരുകളിൽ പലയിടത്തും എഴുതപ്പെട്ടായിട്ട് കാണാം. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇത് പ്രദർശിപ്പിക്കുന്നുണ്ട്. വാഹനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. വീടുകളിൽ ഇത് എഴുതി സൂക്ഷിക്കാറുണ്ട്. കാരണം അത്രമാത്രം പവർഫുള്ളാണ് ഈ വാക്യം. നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളിത് 1000 തവണ കണ്ടതാണെങ്കിൽ കൂടിയും മനഃപൂർവ്വമായിട്ട് ഇതെന്ന് എഴുതി കയ്യിൽ സൂക്ഷിച്ചാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏർപ്പെടാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അതിയായൊരു ബലം അനുഭവപ്പെടുമെന്ന് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ. ഒരു പരീക്ഷയ്ക്കായാലും, ഒരു കച്ചവടത്തിനായാലും, ഒരു എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായാലും, ഒരു കേസോ, നിങ്ങളെ അലട്ടുന്ന എന്തുമായിക്കോട്ടെ, ആ വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു നെയിം സ്ലിപ്പിൻ്റെ വലിപ്പത്തിലുള്ളൊരു കടലാസിൽ ഈ ദൈവവചനം എഴുതി നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ ദൈവം നിങ്ങളുടെ കൂടെ വരുന്നൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായൊരു മന്ത്രം പോലെ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ശക്തമായി ഇറങ്ങിപ്പുറപ്പെടുന്ന കാര്യത്തിൽ വിജയിപ്പിക്കാൻ തക്കവിധം പര്യാപ്തമായിരിക്കുന്ന ഒരു രഹസ്യ ഡിവൈൻ കോഡായി ഈ ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടും. ഇന്ന് രാവിലെ കർത്താവ് നമ്മളോട് പറയുന്ന സ്വർഗീയ രഹസ്യങ്ങൾ അത് കേട്ട് ബലം പ്രാപിപ്പാൻ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. പേടിച്ചും മനസ്സ് തകർന്നും പല കാര്യങ്ങൾ ചെയ്യാനൊരു മൂഡില്ലാതെയൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ വല്ലാതെ തളർന്നുപോയ ഒത്തിരി സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും നമ്മളെ ഇത്രത്തോളം ജീവാമൃത് കൂട്ടാൻ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ കരമായിട്ട് എനിക്ക് ഈ തിരുവചനത്തെ പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട. നിങ്ങളെക്കാൾ ശക്തരായവർ നിങ്ങളുടെ ശത്രുക്കളായിരിക്കും. ഇന്ന് രാവിലെ നിങ്ങൾക്ക് തീർക്കാൻ കഴിയാത്ത ബാധ്യത നിങ്ങളുടെ മുമ്പിൽ നിന്ന് തല പൊക്കി നിൽക്കുന്നുണ്ടായിരിക്കും. ഒരു മനുഷ്യന് നിങ്ങളെ സഹായിക്കാൻ മനസ്സ് വെക്കാത്ത വിധത്തിലുള്ള ഒരു ജീവിത പരാജയത്തിൽ നിങ്ങൾ അകപ്പെട്ട് കിടക്കുകയായിരിക്കും ഈ സമയത്ത്. പക്ഷേ കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, പേടിക്കാതെ ധൈര്യമായിരിക്കെ. റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് കർത്താവ് ടേക്ക് ഓവർ ചെയ്യുകയാണ്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. എനിക്കൊപ്പം ആരുമില്ല എന്നുള്ള വേദന, ദൈവം പോലും എന്നെ കൈവിട്ടു എന്നൊക്കെയുള്ള ചിന്ത നമ്മൾ പലപ്പോഴും സങ്കല്പിച്ച് കൂട്ടി വിഷമിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ കർത്താവാണ് പറയുന്നത്, നീ അങ്ങനൊന്നും കരുതരുത്. ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ സിറ്റുവേഷനിൽ കർത്താവ് കൂടെയുണ്ട്. പരിഭ്രമത്തോടെ മുന്നോട്ടേക്ക് നോക്കണ്ട, സന്തോഷത്തോടെ നോക്ക്. നിറഞ്ഞ കണ്ണുകളോടെ നോക്കണ്ട, നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ നിൻ്റെ സാഹചര്യങ്ങളെ നോക്ക്. കാരണം ഞാൻ നിൻ്റെ ദൈവമാണ്. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഇനിയും എൻ്റെ കൈകളിലുണ്ട്. നീ വിചാരിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുവാൻ ഞാൻ ഇപ്പോഴും പ്രാപ്തനായ ദൈവമാണ്. ഇന്നത്തെ നിൻ്റെ സോൾവ് ചെയ്യാൻ കഴിയാത്ത ആ വലിയ ചലഞ്ച് എൻ്റെ കൈകൾ നിനക്ക് വേണ്ടി പരിഹരിക്കുന്നത് കുഞ്ഞെ നീ കാണും. അടുത്ത വാക്ക്, ഞാൻ നിന്നെ സഹായിക്കും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സഹായം അതെങ്ങനെ, എവിടെ നിന്ന്, എപ്പോൾ വെളിപ്പെട്ട് വരുന്നു എന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല.
കാരണം ദൈവത്തിന് മുഖാന്തരങ്ങൾ ഏറെയുണ്ട്. ഇനി അതൊന്നില്ലെങ്കിൽ പോലും നാം ആയിരിക്കുന്ന ഇടത്ത് അത് തുറക്കാൻ കർത്താവ് മതിയായവനാണ്. നിങ്ങൾ പണപരമായൊരു വിഷയത്തിൽ ഞരങ്ങുന്ന ആളായിരിക്കാം. മരുന്നിനാൽ സുഖപ്പെടുത്താൻ വയ്യാത്തൊരു രോഗത്തിൻ്റെ വേദനയിലായിരിക്കാം ഇപ്പോഴെന്നെ കേൾക്കുന്നത്. ഏറ്റവും സ്നേഹിച്ച വ്യക്തിയോട് പിണങ്ങിയിരുന്ന് കണ്ണു നിറഞ്ഞായിരിക്കാം ഇപ്പോഴെൻ്റെ ദൂതന് നിങ്ങൾ സാക്ഷികളാകുന്നത്. പക്ഷേ യേശു പറയുന്നു, ഞാൻ സഹായിക്കും. കാര്യങ്ങൾ നേരെയാകാൻ ഞാൻ നിന്നെ സഹായിക്കും. പ്രശ്നങ്ങളെ മറികടക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നിൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ അതിനാവശ്യമായ പരിഹാരമാർഗം ഞാൻ നിനക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്യും. ഞാൻ നിന്നെ സഹായിക്കും. അടുത്ത വാക്കുണ്ടല്ലോ, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്നുള്ളതാണ്. ശക്തീകരിക്കും. എനിക്ക് ബലമില്ലായ്മ അനുഭവപ്പെടുന്ന ഏത് കാര്യത്തിലും ദൈവം എൻ്റെ ശക്തിയും ബലവുമായി തീരുന്ന വൻ കാര്യം ഞാനിന്ന് അനുഭവിപ്പാൻ പോകുകയാണെന്ന് മനസ്സിനോട് പറ. കർത്താവ് നമ്മളെ സഹായിക്കുമെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ തന്നെ കണ്ണാടിയിൽ നോക്കിയൊന്ന് പറഞ്ഞാട്ടെ. ശാരീരികമായോ മാനസികമായോ ആത്മികമായോ സാമ്പത്തികമായോ നിങ്ങളെ ഇപ്പോൾ വേദനിപ്പിക്കുന്ന പ്രശ്നത്തോടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി നിനക്കിവരെ ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല. ഹേ വിഷയമേ, നിനക്കിനി ഇവരുടെ ലൈഫിന്മേൽ ഇടപെടാൻ കഴിയില്ല. കാരണം ഇവരുടെ ലൈഫിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഒരാൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി ഈ പ്രിയപ്പെട്ടവരെ സഹായിപ്പാൻ സന്നദ്ധനായിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണ്. കർത്താവായ യേശുവിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ഇന്നത്തെ ആവശ്യം എത്തിപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ സുരക്ഷിതരാണ്. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ അകത്ത് ഇന്നത്തെ നിങ്ങളുടെ വിഷയം എത്തപ്പെട്ടിരിക്കുന്നു. ഇനി അത് നോക്കുന്നത് യേശുവാണ്. അടുത്ത വാക്കുകൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവേ, എനിക്കൊരു കൈത്താങ്ങൽ വേണം. എനിക്കെൻ്റെ ജീവിത ബലം കൊണ്ട് എനിക്കൊന്നും ആവുന്നില്ല. ഞാൻ തളർന്നിരിക്കുകയാണ്. ഭാരപ്പെടേണ്ട കുഞ്ഞെ, നിന്നെ താങ്ങുന്ന കരം ഇപ്പോൾ വെളിപ്പെടും. എന്നെ കണ്ട് പ്രാർത്ഥിക്കാൻ ഇന്നലെ ഒരു ടീച്ചർ എത്തി. ആ ബഹുമാനിയായ അധ്യാപികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ പ്രിയപ്പെട്ടവൾ പറഞ്ഞൊരു വാക്കുണ്ട്, പാസ്റ്ററെ, പ്രാർത്ഥിക്കാൻ ഇപ്പം ബലമില്ല, പറ്റുന്നില്ല. ഒരുപാട് മണിക്കൂറുകൾ ഞാൻ അങ്ങനെ സമയം ചെലവഴിച്ച ആളാണ്. അതുകൊണ്ടിപ്പം ഞാൻ യേശുവിൻ്റെ കാൽക്കൽ മറിയെ ഇരുന്ന പോലെ ഇരുന്നിട്ട് ആ മടിയിലോട്ട് ഇങ്ങനെ തല ചായ്ച്ചു വെച്ച് കുറേ സമയം വെറുതെ കളയുകയാണ്. ഞാൻ പറഞ്ഞു, വെറുതെ കളയുകയല്ല, അല്ല, ഞാൻ അങ്ങനെ ഇരിക്കുകയാണെന്നാണ് ഉദ്ദേശിച്ചത്. കർത്താവ് നമ്മെ ഇന്ന് രാവിലെ ഏറ്റെടുക്കുന്നു. ആ പ്രിയ മകൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അവളുടെ തലമേൽ കരം വെക്കുക. വൈദ്യുതാഘാതം പോലെ ദൈവശക്തിയാൽ ഞാനിപ്പോൾ അവളെ നിറയ്ക്കും. അവൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അതീതമായൊരു കൃപയാൽ ഞാൻ അവളെ ഇപ്പോൾ നിറച്ച് പുതിയൊരു മാനപാത്രമാക്കി തീർക്കും. ഞാൻ ആ പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ വലിയവനായ കർത്താവിൻ്റെ അതിശയകരമായ അഭിഷേകത്തിൻ്റെ വലിയ ശക്തി ആ മകളിലേക്ക് ഇറങ്ങുന്ന കാഴ്ച എനിക്ക് കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് കരുണയാക്കി. താങ്ങും. നീതിയുള്ള വലങ്കരം. അനീതിയുള്ള കൈകൾ നമ്മുടെ ചുറ്റുമുണ്ട് പ്രിയപ്പെട്ടവരെ. സഹായിക്കാൻ പ്രാപ്തിയുണ്ടായിട്ടും സഹായിക്കാത്ത കൈകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. വേദന അറിഞ്ഞിട്ടും അന്വേഷിക്കാത്തവരുണ്ടാകാം. ദുരിതമാണെന്നറിഞ്ഞിട്ടും ഓടി ഒളിച്ചവരുണ്ടാകാം. തനിക്ക് തന്നെ നഷ്ടം വരും, ഇനി നമ്മളെ അന്വേഷിക്കുന്നത് കൊണ്ട് ഉചിതമല്ല എന്നുള്ള തീരുമാനത്താൽ നമ്മളെ ഈ ജീവിത വഴിയിൽ പാതിയിൽ കൈവിട്ടവരുണ്ടാകാം. പക്ഷേ യേശു നിങ്ങളോട് ഇന്ന് രാവിലെ പറയുന്നു, എൻ്റെ കരത്തിൻ്റെ സ്വഭാവം അത് നീതിയുള്ള കരമാണ്. എൻ്റെ വിരലുകളുടെ അറ്റത്ത്, എൻ്റെ ഓരോ വിരൽ തുമ്പിലും നിനക്ക് വേണ്ടിയുള്ള എൻ്റെ നീതിയുടെ ചലനമാണ് വ്യാപിക്കപ്പെടുന്നത്. ഞാൻ ഈ കൈയാൽ നിന്നെ താങ്ങും. 100 സങ്കടങ്ങളോടുകൂടെ പരിഹരിപ്പാൻ വയ്യാത്ത പ്രശ്നങ്ങളുടെ നടുവിൽ ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പോലും പറയാനൊരു പക്ഷേ ആരുമില്ലാതെ ഞാൻ എന്ത് ചെയ്യും കർത്താവേ എന്നുള്ള സങ്കടത്തോടുകൂടെ എൻ്റെ വാക്കുകളെ കേട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ പൈതലേ, പലരുടെയും മുൻപിൽ പോയി കൈ നീട്ടുക എന്ന് മനസ്സ് നിന്നോട് പറയുന്നുണ്ടെങ്കിലും
അത് വേണ്ട എന്ന് പിന്നെയും അതേ മനസ്സ് തന്നെ തിരിച്ചു പറയുന്ന വിധത്തിൽ ആത്മാഭിമാനത്തിൻ്റെ ഇടയിൽ കിടന്ന ആവശ്യബോധ നിമിത്തം നീ ഒരു പിടിവലിയേറ്റ് നട്ടം തിരിയുകയാകാം. യേശു നിന്നെ ഉപേക്ഷിക്കുന്നില്ല. കരുണയോട് ഇന്ന് രാവിലെ നിന്നെ ചേർത്ത് പിടിക്കുകയാണ്. ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അവിടുന്ന് നിന്നോട് ആഴമായി തന്നെ പറയുന്നു. ഇതൊരു വിടുതലൊരു ദിവസമാണ്. ദൈവത്തിൻ്റെ കൃപ നിന്നെ ആവോളം ഏറ്റെടുക്കുകയാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്നേഹം നിറഞ്ഞ സ്വർഗപിതാവേ, അങ്ങയുടെ പൊന്നോമന മക്കൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പ്രാർത്ഥനയോടുകൂടെ തിരുമുഖത്തേക്ക് നോക്കുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ ഇടപെടൽ അങ്ങയുടെ ഓരോ കുഞ്ഞുങ്ങളുടെ മേലും സംഭവിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ സുഖപ്പെടുന്നതും ബന്ധനങ്ങൾ മാറുന്നതും പലവിധ പൈശാചിക തടവറയിലായിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതും ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹമായി ദൈവം എഴുതിയിരിക്കുകയാൽ ഇവർ ഭയപ്പെടാതെ ഭ്രമിച്ചു നോക്കാതെ ധൈര്യത്തോടും കൃപയോടും കൂടെ നിൽക്കേണ്ടതിന് അവിടുത്തെ എല്ലാ പിന്തുണയും അനുഗ്രഹവും അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ ചൊരിയുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം ഇവരുടെ മേൽ വ്യാപരിക്കും. യേശു രാജാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു നിറവ് നിങ്ങളെ മൂടുകയാണ്. നിശ്ചയമായും യേശു നിങ്ങളെ ഉയർത്തും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവാം യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഇന്നു മുതൽ എന്നേക്കും യേശുക്രിസ്തുവിൻ്റെ നാളോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.